കുടിയിറക്ക് ഭീഷണി നേരിടുന്ന മുനമ്പം ജനത നടത്തിവരുന്ന സമരത്തിൻ്റെ 174-ാം ദിവസം BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ സമരപ്പന്തലിൽ എത്തി. വഖഫ് ബിൽ പാർലമെൻറ്റ് പാസ്സായതിൻ്റെ സന്തോഷത്തിലായിരുന്നു സമരക്കാർ. വാദ്യമേളങ്ങളോടെ നേതാക്കളെ സമരപ്പന്തലിലേക്ക് ആനയിച്ചു. BDJS സംസ്ഥാന ഉപാധ്യക്ഷൻ തുഷാർ വെള്ളാപ്പള്ളി, BJP നേതാക്കളായ ഷോൺ ജോർജ്, KS ഷൈജു, ജിജി ജോസഫ്, PK കൃഷ്ണദാസ്, ഡോക്ടർ KS രാധാകൃഷ്ണൻ, നോബിൾ മാത്യു, ആക്സ് ജനറൽ സെക്രട്ടറി ജോർജ് സെബാസ്റ്റ്യൻ, സ്പൈസസ് ബോർഡ് അധ്യക്ഷ സംഗീത വിശ്വനാഥൻ, ശ്രീകുമാർ തട്ടത്ത്, TG വിജയൻ, TB ജോഷി, CN രാധാകൃഷ്ണൻ, MD അഭിലാഷ്, ഫാദർ ആൻ്റണി സേവ്യർ തറയിൽ, മുരുകൻ കാതികുളത്ത്, സെബാസ്റ്റ്യൻ പാലക്കൽ, ജോസഫ് ബെന്നി കുറുപ്പശ്ശേരി തുടങ്ങിയവർ പങ്കെടുത്തു. അതിനെപ്പറ്റി വിശദമായി പഠനം നടത്തി മേൽഘടകത്തിലേക്ക്, അതായത് അന്ന് BJP ജില്ലാ പ്രസിഡന്റ് സുരേന്ദ്രൻ സാറിനോടുമായി സംസാരിക്കുകയും അതിനുവേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങൾ സംഘടിപ്പിക്കുകയും ചെയ്തിട്ടുള്ളത് സാറാണ്. ഷൈജു സാറിനെ ഞാൻ പലവട്ടം ഇവിടെ വന്നിട്ടുണ്ട്. ഏറ്റവും കൂടുതലായി അങ്ങയെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതേപോലെ തന്നെ ന്യൂനപക്ഷ മോർച്ച ദേശീയ ഉപാധ്യക്ഷൻ അഡ്വക്കേറ്റ് നോബിൾ മാത്യു ഏറെ പ്രാവശ്യം, എനിക്ക് തോന്നുന്നു ഏകദേശം 15 അതിൽ കൂടുതലോ പ്രാവശ്യം ഈ സമരപ്പന്തലുമായി വന്ന് നമ്മളോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഏറെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഈ പുരുഷോത്തമൻ ES, അത് ഞങ്ങൾ തൊട്ടടുത്ത് താമസിക്കുന്നതാണ്. ഈ പ്രശ്നങ്ങളെല്ലാം തുടങ്ങുന്നതിന് മുൻപ്, കേരള സർക്കാരുമായി ഞങ്ങൾ ചേർന്ന് പോകുന്നതിന് മുൻപ് അദ്ദേഹം വന്ന് ഇവിടെ പറഞ്ഞു, ബെന്നി, ഞാൻ ഈ പള്ളി മുറ്റത്തിന്റെ പുറത്ത് ഞാൻ പന്തൽ കെട്ടി നിരാഹാരം അനുഷ്ഠിക്കാം, ഈ പ്രശ്നം ദേശീയ ശ്രദ്ധയിൽപ്പെടുത്താം എന്ന് ഞങ്ങളോട് പലവട്ടം വന്ന് പറഞ്ഞ ഒരു നേതാവാണ് ES പുരുഷോത്തമൻ. എല്ലായ്പ്പോഴും എല്ലാ ദിവസവും ഞങ്ങളുടെ മുന്നിൽ ഇവിടെ വന്ന് ഈ സമരപ്പന്തലിൽ നിൽക്കുകയും ഇന്നലെയും മിനിഞ്ഞാന്നാളും ഫുൾ ടൈം ഇവിടെ നിന്ന് പ്രവർത്തിക്കുകയും ആഹ്ലാദ പ്രകടനങ്ങളെല്ലാം സംഘടിപ്പിക്കുകയും ചെയ്ത ES പുരുഷോത്തമനെ സ്നേഹത്തോടെ ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ OBC മോർച്ച ജില്ലാ പ്രസിഡന്റ് KK വേലായുധൻ സാർ ഞങ്ങളുടെ തൊട്ടടുത്താണ്, എല്ലായ്പ്പോഴും ഇവിടെ വരുന്നുണ്ട്, ഞങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. സാറിനെ ഞാൻ ഏറെ സ്നേഹത്തോടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നാഷണലിസ്റ്റ് കേരള കോൺഗ്രസ് സംസ്ഥാന ചെയർമാനും NDA സംസ്ഥാന വൈസ് ചെയർമാനുമായ കുരുള മാത്യൂസ് ഞാൻ സ്നേഹത്തോടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ആക്സ് ജനറൽ സെക്രട്ടറി ജോർജ് സെബാസ്റ്റ്യൻ പലപ്പോഴും ഇവിടെ വന്ന് സമരങ്ങൾക്ക് നേതൃത്വം കൊടുക്കുകയും സമരത്തിന് അനുകൂലമായി പ്രവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. സാറിനെ ഞാൻ ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നാഷണലിസ്റ്റ് കേരള കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ജോർജ് ഷൈൻ സാർ ഇവിടെയുണ്ട്, ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. സ്പൈസസ് ബോർഡിന്റെ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് സംഗീത വിശ്വനാഥ് ഇവിടെ എത്തിയിട്ടുണ്ട്. മാഡത്തിനെ ഏറെ സ്നേഹത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. BDJS എറണാകുളം ജില്ലാ പ്രസിഡന്റ് ശ്രീകുമാർ തട്ടാരത്തുണ്ട്, അദ്ദേഹത്തെ ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. SNDP വൈപ്പിൻ യൂണിയൻ പ്രസിഡന്റ് TG വിജയൻ സാർ ഇവിടെയുണ്ട്. നമ്മോട് പലപ്പോഴും സമരത്തിന് ഐക്യദാർഢ്യവുമായി പല വേദികളിൽ പല സമയങ്ങളിൽ സമരത്തിൽ ഒരുമിച്ച് നിന്ന് പ്രവർത്തിച്ചിട്ടുണ്ട്. സാറിനെ ഞാൻ ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. SNDP വൈപ്പിൻ യൂണിയൻ സെക്രട്ടറി ജോഷി TB അവർകളുണ്ട്, സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. SNDP യോഗം കൗൺസിലർ ഷീബ ടീച്ചറിനെ ഞാൻ ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. അതേപോലെ തന്നെ SNDP പറവൂർ യൂണിയൻ പ്രസിഡന്റ് CN രാധാകൃഷ്ണൻ സാർ ഇവിടെ ഞങ്ങൾക്ക് വേണ്ടി മനുഷ്യചങ്ങല സംഘടിപ്പിച്ചപ്പോൾ നിർണായകമായ വളരെയധികം ആളുകളെ ഇവിടെ എത്തിച്ചതിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ച വ്യക്തിയാണ്. അദ്ദേഹത്തെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. സംസ്ഥാന സെക്രട്ടറി കൃഷ്ണകുമാർ സാറുണ്ട്, ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. അതേപോലെ പറവൂർ യൂണിയൻ സെക്രട്ടറി ഇവിടെ എത്തിയിട്ടുണ്ട്, ഞാൻ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. SNDP മുരുകൻ കാതികുളത്ത് സാറിനെ ഞാൻ ഏറെ സ്നേഹത്തോടെ ഈ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. മേജർ രവി സാർ ഇവിടെ എത്തിയിട്ടുണ്ട്, ഇതിനു മുമ്പും ഇവിടെ എത്തിയിട്ടുണ്ട്. സാറിനെ ഞാൻ ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ശ്രീകുമാർ BJPയുടെ തൃശൂർ ജില്ലാ പ്രസിഡന്റ് ശ്രീകുമാർ സാർ ഇവിടെ ഉണ്ട്, ഞാൻ ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ശ്രീകുമാർ എൻ്റെ ക്ലാസ്മേറ്റ് ആണ്, ഞാൻ അതാണ് നോക്കിയിരുന്നത്. പക്ഷേ കുറേയേറെ വർഷങ്ങൾക്ക് ശേഷമാണ് കാണുന്നത്. 5-6
ഒരുമിച്ച് ഞങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഏറെ സ്നേഹത്തോടെ ശ്രീകുമാറിനെ സ്വാഗതം ചെയ്യുന്നു. അതേപോലെ എ വി അനിൽ, വി ഷബിൻലാൽ, വാർഡ് മെമ്പർ കപ്പ്യാർ ആന്റണി, സുഹൃത്തുക്കളെ എല്ലാവരെയും ഞാൻ ഈ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ വികാരി അച്ഛനുണ്ട്, ആന്റണി അച്ഛൻ, കൊച്ചച്ഛനുണ്ട്. ഇതിനെല്ലാം ഉപരി നമ്മുടെ ഈ സമരത്തെ ഈ നിലയിലേക്ക് എത്തിച്ചത്, ശരിയായ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ അച്ചടക്കത്തോടുകൂടി ചെയ്തത് ചെയർമാനായിട്ടുള്ള സെബാസ്റ്റ്യൻ ചേട്ടനാണ്. രാവിലെയും രാത്രിയും ഉറങ്ങാതെയും ഹാർഡ് വർക്ക് ചെയ്തതിന്റെ പിന്നിൽ അണിയറയിൽ നിന്ന് എല്ലാ പ്രവർത്തനങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്ന അദ്ദേഹമാണ്. അദ്ദേഹത്തിന് ഏറെ സ്നേഹത്തോടെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഇവിടെ ഇലക്ഷൻ സമയത്ത് KS രാധാകൃഷ്ണൻ സാർ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ എനിക്ക് വോട്ട് ചെയ്യുകയില്ലായിരിക്കും, പക്ഷേ നിങ്ങൾ വോട്ട് ചെയ്താലും ഇല്ലെങ്കിലും ഞാൻ ഇവിടെ നിന്ന് ജയിച്ചാലും തോറ്റാലും പാർലമെന്റിൽ എനിക്ക് ഇതിനുള്ള അവസരങ്ങൾ ഉണ്ടാകും, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള MP-മാരോട് സംസാരിക്കാൻ ഇടവരും. ആ സമയത്ത് നിങ്ങളോടൊപ്പം ഞാൻ നിൽക്കുകയും നിങ്ങളുടെ റവന്യൂ അവകാശങ്ങൾ സ്ഥാപിച്ചു തരികയും എന്ന് പറയുകയും അത് പ്രവർത്തനത്തിൽ എത്തിക്കാൻ പരിശ്രമിക്കുകയും ചെയ്യുന്ന ഡോക്ടർ KS രാധാകൃഷ്ണൻ സാറിനെ ഞാൻ ഏറെ സ്നേഹത്തോടെ വേദിയിലേക്ക്, മുരുകൻ കാതികുളത്ത് സാറിനെ ഞാൻ ഏറെ സ്നേഹത്തോടെ ഈ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. മേജർ രവി സാർ ഇവിടെ എത്തിയിട്ടുണ്ട്, ഇതിനു മുമ്പും ഇവിടെ എത്തിയിട്ടുണ്ട്. സാറിനെ ഞാൻ ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ശ്രീകുമാർ, BJP-യുടെ തൃശൂർ ജില്ലാ പ്രസിഡന്റ് ശ്രീകുമാർ സാർ ഇവിടെ ഉണ്ട്, ഞാൻ ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ശ്രീകുമാർ എൻ്റെ ക്ലാസ്മേറ്റ് ആണ്, ഞാൻ അതാണ് നോക്കിയിരുന്നത്. പക്ഷേ കുറേയേറെ വർഷങ്ങൾക്ക് ശേഷമാണ് കാണുന്നത്. 5, 6 ഒരുമിച്ച് ഞങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഏറെ സ്നേഹത്തോടെ ശ്രീകുമാറിനെ സ്വാഗതം ചെയ്യുന്നു. അതേപോലെ എ വി അനിൽ, വി ഷബിൻലാൽ, വാർഡ് മെമ്പർ കപ്പ്യാർ ആന്റണി, സുഹൃത്തുക്കളെ എല്ലാവരെയും ഞാൻ ഈ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ വികാരി അച്ഛനുണ്ട്, ആന്റണി അച്ഛൻ, കൊച്ചച്ഛനുണ്ട്. ഇതിനെല്ലാം ഉപരി നമ്മുടെ ഈ സമരത്തെ ഈ നിലയിലേക്ക് എത്തിച്ചത്, ശരിയായ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ അച്ചടക്കത്തോടുകൂടി ചെയ്തത് ചെയർമാനായിട്ടുള്ള സെബാസ്റ്റ്യൻ ചേട്ടനാണ്. രാവിലെയും രാത്രിയും ഉറങ്ങാതെയും ഹാർഡ് വർക്ക് ചെയ്തതിന്റെ പിന്നിൽ അണിയറയിൽ നിന്ന് എല്ലാ പ്രവർത്തനങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്ന അദ്ദേഹമാണ്. അദ്ദേഹത്തിന് ഏറെ സ്നേഹത്തോടെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഇവിടെ ഇലക്ഷൻ സമയത്ത് KS രാധാകൃഷ്ണൻ സാർ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ എനിക്ക് വോട്ട് ചെയ്യുകയില്ലായിരിക്കും, പക്ഷേ നിങ്ങൾ വോട്ട് ചെയ്താലും ഇല്ലെങ്കിലും ഞാൻ ഇവിടെ നിന്ന് ജയിച്ചാലും തോറ്റാലും പാർലമെന്റിൽ എനിക്ക് ഇതിനുള്ള അവസരങ്ങൾ ഉണ്ടാകും, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള MP-മാരോട് സംസാരിക്കാൻ ഇടവരും. ആ സമയത്ത് നിങ്ങളോടൊപ്പം ഞാൻ നിൽക്കുകയും നിങ്ങളുടെ റവന്യൂ അവകാശങ്ങൾ സ്ഥാപിച്ചു തരികയും എന്ന് പറയുകയും അത് പ്രവർത്തനത്തിൽ എത്തിക്കാൻ പരിശ്രമിക്കുകയും ചെയ്യുന്ന ഡോക്ടർ KS രാധാകൃഷ്ണൻ സാറിനെ ഞാൻ ഏറെ സ്നേഹത്തോടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എല്ലാ നേതാക്കന്മാരും വളരെ തിരക്കോടിയിരിക്കുകയാണ്. ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ മാധ്യമ പ്രവർത്തകർക്കും എല്ലാവർക്കും, സിന്ധുമോൾ മാഡത്തിനും ഇവിടെ കൂടിയിരിക്കുന്ന മുഴുവൻ ടീച്ചറിനും എല്ലാം ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. നേതൃത്വത്തിൽ അതുപോലെ BDJS-ന്റെ നേതൃത്വത്തിൽ ഞങ്ങളിവിടെ വലിയ ഒരു മനുഷ്യച്ചങ്ങല നമ്മളന്ന് സംഘടിപ്പിക്കുകയുണ്ടായി. അന്ന് ഞാനിവിടുത്തെ അച്ഛനോടും മറ്റുള്ള സംഘാടകരോടെല്ലാം പറഞ്ഞത്, തീർച്ചയായും കേന്ദ്രത്തിൽ ഈ വിവരത്തെക്കുറിച്ച് സംസാരിക്കുമെന്നുള്ള വിവരം ഞാൻ പറയുകയുണ്ടായി. അതിന്റെ അടിസ്ഥാനത്തിൽ രാജീവ്ജിയോട് ഞാൻ ഈ വിവരം വളരെ വിശദമായി തന്നെ, കാരണം ഇതിൽ വളരെ ഇടപെടേണ്ട ഒരു വിഷയമാണെന്നും ഇതിന്റെ പ്രാധാന്യം പറഞ്ഞപ്പോൾ തന്നെ അത് ഞാൻ പറയുന്നതിന് മുമ്പ് തന്നെ വളരെ വ്യക്തമായി പഠിക്കുകയും ഇതിനെക്കുറിച്ച് ഉണ്ടാകാൻ വേണ്ടി പോകുന്ന നാളുകളിൽ ഉണ്ടാകാൻ വേണ്ടി പോകുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് വരെ അദ്ദേഹം വളരെ സ്റ്റഡീഡായിട്ട് തന്നെയാണ് ഈ വിഷയത്തെക്കുറിച്ച് നഡ്ഡാജിയുടെ അടുത്താണെങ്കിലും അമിത് ഭായിയുടെ അടുത്താണെങ്കിലും പ്രൈം മിനിസ്റ്ററുടെ അടുത്തും ഒക്കെ ഇത് അവതരിപ്പിക്കുകയും അത് വളരെ ഭംഗിയായി നമുക്ക് വളരെ ഗുണകരമായി തന്നെ ഇന്ന് പാർലമെന്റിൽ നിർമ്മാണം നടത്തിയിരിക്കുകയാണ്. ഇവിടെയുള്ള മുഴുവൻ സഹോദരങ്ങൾക്കും അവരുടെ എല്ലാ റവന്യൂ അവകാശങ്ങളും വാങ്ങിക്കൊടുക്കുന്നവരെ ഞങ്ങൾ എല്ലാവരും നിങ്ങളോടൊപ്പം ഉണ്ടാകും എന്ന് ഒരിക്കൽ കൂടെ ഉറപ്പ് നൽകിക്കൊണ്ട്
എന്റെ എളിയ വാക്ക് നിർത്തുന്നു. നമ്മളാണ് വിജയിച്ചിരിക്കുന്നത്. സാറിൻ്റെ പ്രവർത്തനത്തിലൂടെയാണ്. സാറ് പ്രധാനമന്ത്രിയുമായും നിർമ്മലാ സീതാരാമൻ മന്ത്രിയുമായും കിരൺ റിജിജുമായും അതുപോലെ അമിത്ഷാ സാറുമായും ഒത്തിരി സംസാരിച്ചിട്ടുണ്ട് ഈ വിഷയത്തെക്കുറിച്ച്. അതുകൂടാതെ ഒരു ദിവസം 2 മണി മുതൽ 2:30 മണി വരെ അങ്ങ് പ്രധാനമന്ത്രിയോട് മുൻപ് വിഷയം മാത്രം ചർച്ച ചെയ്തും ഞങ്ങൾ അറിയുകയുണ്ടായി. ഏറെ സ്നേഹത്തോടെ ഞങ്ങളോട് സംസാരിക്കുന്നതിനായി ക്ഷണിച്ചുകൊള്ളുന്നു. ഞങ്ങളുടെ പ്രാർത്ഥനയും എല്ലാവരുടെയും പ്രാർത്ഥനകൾ കേട്ട് നമ്മുടെ നരേന്ദ്രമോദിജി സർക്കാരും പാർലമെന്റായ ലോക്സഭയും രാജ്യസഭയിലും ഇന്നലെ മിന്നാന്നും ഈ വളരെ പ്രധാനപ്പെട്ട വളരെ ഗൗരവമായ ഒരു ബില്ല് വഖഫ് അമെൻമെന്റ് ബിൽ പാസ്സായി. ഇന്ന് മുതൽ അത് ലോ ആകുന്നു. അപ്പോൾ ആദ്യം എനിക്ക് പറയാനുള്ളത്, ഈ സമര കമ്മിറ്റി സമരത്തിൽ ഇരിക്കുന്ന ജനങ്ങൾ, മുനമ്പത്തിന്റെ എല്ലാ ജനങ്ങൾക്ക് എൻ്റെ BJPന്റെ അടുത്തും NDAന്നും അഭിനന്ദനങ്ങൾ, കൺഗ്രാറ്റുലേഷൻസ്. ഇത് നമ്മുടെ കേരളത്തിന്റെ രാഷ്ട്രീയത്തിൽ ഒരു വലിയൊരു പ്രധാനപ്പെട്ട ഒരു നിമിഷവും ദിവസവുമാണ്. എന്തുകൊണ്ട്? ഈ ചെറിയ മുനമ്പം ഗ്രാമം ഇവിടുത്തെ ജനങ്ങളെ കൈവിട്ട്, എലക്റ്റഡ് റെപ്രസെന്റേറ്റീവ്സ് എല്ലാം വിട്ട് ഒരു മുനമ്പം ഗ്രാമത്തിന്റെ സമരത്തിന്റെ ഒരു ഇമ്പാക്റ്റ് ഡൽഹിയിലെത്തി. നമ്മുടെ പ്രധാനമന്ത്രിയും നമ്മുടെ 2 രാജ്യസഭയും പാർലമെന്റിലും ഒരു ബില്ല് പാസ്സാക്കാനുള്ള ശക്തി, ഒരു സ്ട്രെങ്ത് ഈ സമരത്തിന് ഉണ്ടായിരുന്നു എന്ന് പീസ്ഫുള്ളി, ഒരു വയലൻസും ഇല്ലാണ്ട്. ഇതാണ് നമ്മുടെ ഡെമോക്രസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും ഗൗരവമായ ഒരു ഫീച്ചർ. അതുകൊണ്ട് എനിക്ക് വളരെ അഭിമാനമുണ്ട്. ഇതിന് ഞങ്ങൾക്കെല്ലാം സംഘർഷിക്കാനും അധ്വാനിക്കാനും ഒരു അവസരം കിട്ടി. നിങ്ങളുടെ ഭാവി, താങ്കളെല്ലാവരും ഭാവിക്ക് ഒരു നല്ലൊരു ഭാവി, നല്ലൊരു ഫ്യൂച്ചർ ഉണ്ടാക്കാൻ ഞങ്ങൾക്കൊരു അവസരം കിട്ടി. BJP നരേന്ദ്രമോദിജി 2014 മുതൽ ഇന്ന് വരെ പറയുന്നത് എല്ലാവരുടെ ഒപ്പം, എല്ലാവർക്കും വേണ്ടി പ്രവർത്തിക്കാനാണ് ജനങ്ങൾ ഒരു മാൻഡേറ്റ് തന്നിരിക്കുന്നത്. അത് ഞങ്ങൾ നന്നായി വിശ്വസിക്കുന്ന ആൾക്കാരാണ്. പിതാവ് പറഞ്ഞ മാതിരി ഇത് ഞങ്ങൾ ഇനിയും കൂടെ ഉണ്ടാവും. ഇത് റവന്യൂ അവകാശം കിട്ടണ വരെ ഞങ്ങൾ ഇതിൻ്റെ കൂടെ ഉണ്ടാവും. അത് ഉണ്ടാക്കി തരും. പറഞ്ഞ മാതിരി നരേന്ദ്രമോദിജി വാഗ്ദാനം കൊടുത്താൽ വാക്ക് പാലിക്കുന്ന ഒരു ലീഡറാണ്. അദ്ദേഹത്തിന് ഞങ്ങൾ പഠിച്ചിരിക്കുന്നത്, ഞങ്ങൾ വാഗ്ദാനം തരുമ്പോൾ പറഞ്ഞത് ചെയ്യുന്ന ഒരു പാർട്ടിയാണ്, പ്രവർത്തകരാണ്. ഇനിയും ഞങ്ങൾ ചെയ്യും, കൂടെ ഉണ്ടാവുമെന്ന് പറഞ്ഞ് വാക്ക് ചുരുക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം, നന്ദി. ഇന്ത്യ ഒട്ടാകെ ഇത് പ്രചരിക്കുവാനുള്ള വിഷയമായിരുന്നു. ഏറെ സന്തോഷത്തോടുകൂടി BJPയുടെ രാഷ്ട്രീയ നേതൃത്വത്തോട് നന്ദി പറയാതെ കടന്നുപോകാൻ. ഞാൻ ഇതിനു മുമ്പ് ഇവിടെ വന്ന് നിങ്ങളോട് സംസാരിക്കുമ്പോൾ ഞങ്ങൾ വോട്ട് ചോദിച്ചോ ഇവിടെ നിന്നും പാർട്ടിയിൽ ആളെ ചേർക്കാനോ വന്നതല്ല, പക്ഷേ ഞങ്ങൾ വരും, നിങ്ങളുടെ ആവശ്യങ്ങൾ പൂർത്തീകരിച്ചുകൊണ്ട് ഈ മണ്ണിൽ തിരിച്ചു വന്ന് ഞങ്ങൾ അത് ആവശ്യപ്പെടുമെന്ന് പറഞ്ഞു. ഞങ്ങൾ ആവശ്യപ്പെടാതെ തന്നെ ഇന്ന് മുനമ്പത്തിന്റെ മണ്ണിൽ നൂറുകണക്കിന് ആളുകൾ BJPയുടെ അംഗത്വമെടുത്ത സാഹചര്യം ഉണ്ടായിരിക്കുന്നു. ആദ്യമായി എനിക്ക് നന്ദി പറയാനുള്ള BJPയുടെ മുൻ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ K. സുരേന്ദ്രൻ. അദ്ദേഹമാണ് ഞങ്ങളെ ഇവിടെ എത്തി ഈ സമരം ഏറ്റെടുക്കുവാൻ നിയോഗിച്ചതും ഇവിടെ എത്തിയത്. ഈ വിഷയം ഇന്ന് ഇവിടെ നിങ്ങളുള്ള മാധ്യമങ്ങൾ ആരും വന്ന് തിരിഞ്ഞു നോക്കുന്ന ഒരു സാഹചര്യം ഒരു കാലത്തില്ലായിരുന്നു. അതിനുശേഷം ഇത് കേരളം ഒട്ടൊക്കെ ഇതിന് പ്രചരണം നടത്തുകയും ഇതോടൊപ്പം നിൽക്കുകയും ഓരോ ഞായറാഴ്ചയാണ് ഇവിടെ ഏറ്റവും കൂടുതൽ വലിയ സമരങ്ങളാണ്. ഓരോ ഞായറാഴ്ചയും ഇവിടെ എത്തിയ ബഹുമാനപ്പെട്ട കേരളത്തിന്റെ പ്രഭാരി പ്രിയങ്കരനായ പ്രകാശ് ജാവ്ദേക്കർജി, സഹപ്രഭാരി അപരാജിത സാരംഗി, പ്രത്യേകം എടുത്തു പറയാതിരിക്കാൻ പറ്റില്ല, JPC അംഗം എന്ന നിലയിൽ ഈ വിഷയത്തെ കൃത്യമായി, മുനമ്പം എന്ന വിഷയത്തെ കൃത്യമായി JPCയിൽ അവതരിപ്പിച്ചത് അപരാജിത സാരംഗി മേഡമാണ്. JPC ചെയർമാൻ ഉൾപ്പെടെ കൃത്യമായി ഈ കാര്യത്തെ ബോധ്യപ്പെടുത്തി കൊടുക്കാൻ കഴിഞ്ഞു. അതിനുശേഷം ദേശീയ നേതൃത്വത്തിന്റെ ഈ കാര്യങ്ങളിലേക്ക് കടന്നുപോയപ്പോൾ ബഹുമാനപ്പെട്ട നമ്മുടെ ഇപ്പോഴത്തെ സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർജിയുടെ അടുത്ത് ഈ വിഷയം പറയുകയും അദ്ദേഹം എന്നോട് പറഞ്ഞു, നീ ഡൽഹിക്ക് വാ. ഞാൻ ഡൽഹിയിൽ എത്തിയപ്പോൾ എന്നോടൊപ്പം
എന്നോടൊപ്പം വന്ന് ബഹുമാനപ്പെട്ട കേന്ദ്ര ന്യൂനപക്ഷ വകുപ്പ് മന്ത്രി ഇന്ന് ഈ ബില്ല് അവതരിപ്പിച്ച കിരൺ റിജിജുജിയുടെ അടുത്ത് നേരിട്ട് വന്ന് 1 മണിക്കൂറോളം മുനമ്പം ജനതയുടെ വിഷയങ്ങൾ അക്കമിട്ട് നിരത്തി അദ്ദേഹം ഒരു നോട്ട്ബുക്കിൽ അത് എഴുതിയെടുത്തു. ഞാനിപ്പോഴും പറഞ്ഞ ഇന്നലെ പാർലമെന്റിൽ അദ്ദേഹം മുനമ്പത്തിന്റെ പേര് പറഞ്ഞപ്പോൾ അഭിമാനം തോന്നി. കാരണം ഇത്രമാത്രം ഈ മുനമ്പം ജനതയെ പോലെ തന്നെ ഇവിടെ ഈ വിഷയത്തെ കുറിച്ച് കൃത്യമായി പഠിച്ച ഒരു വ്യക്തിയാണ് ആ ബില്ല് പാർലമെന്റിൽ അവതരിപ്പിച്ചത്. ബഹുമാനപ്പെട്ട കിരൺ റിജിജുജിയുടെ അടുത്ത് ഈ വിഷയങ്ങൾ അവതരിപ്പിക്കുവാനും ഏറ്റവും പ്രധാനപ്പെട്ട പ്രധാനമന്ത്രി കഴിഞ്ഞ ആഴ്ച അരമണിക്കൂറോളം ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയുടെ അടുത്ത് ഈ വിഷയം വളരെ വിശദമായി സംസാരിക്കുവാനും അതോടൊപ്പം ബഹുമാനപ്പെട്ട ഇന്ത്യയുടെ ആഭ്യന്തര വകുപ്പ് മന്ത്രി അമിത്ഷാജിയുടെ അടുത്തും ബഹുമാനപ്പെട്ട നിർമ്മല സീതാരാംജിയുടെ അടുത്തുമൊക്കെ മുനമ്പത്തെ സംബന്ധിച്ച് അക്കമിട്ട് നിരത്തി ഈ കാര്യങ്ങൾ കേന്ദ്ര നേതൃത്വത്തിന്റെ പരിഗണനയിലെത്തിക്കാൻ അഹോരാത്രം പണിയെടുത്ത് ആ പണി പൂർത്തീകരിച്ച് ഇവിടെ എത്തിയ ബഹുമാനപ്പെട്ട ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖരോടുള്ള നന്ദി കടപ്പാട് അറിയിക്കുകയാണ്. അതോടൊപ്പം ബഹുമാനപ്പെട്ട വി മുരളീധരൻജി, അതോടൊപ്പം ഇവിടെ എത്തിയിട്ടുള്ള പാർട്ടിയുടെ നേതാക്കൾ എല്ലാവരും ഓരോരുത്തരെ എടുത്തു പറയേണ്ട ഒരു വ്യക്തിത്വം ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രി ശ്രീ സുരേഷ് ഗോപി. അദ്ദേഹം ഇന്നലെയും മിനിങ്ങാന്നുമായി പാർലമെന്റിൽ ഈ കിരാതന്മാർക്കെതിരെ അദ്ദേഹം നടത്തിയ പോരാട്ടം ഈ ജനത കാണുന്നുണ്ട്. അങ്ങയുടെ പോരാട്ടം എല്ലാ കാലത്തും ഈ നാട്ടിൽ സ്മരിക്കപ്പെടുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇന്നലെ രാജ്യസഭയിൽ ബഹുമാനപ്പെട്ട ന്യൂനപക്ഷ വകുപ്പിന്റെ സഹമന്ത്രി കൂടിയായ ശ്രീ ജോർജ് കുര്യൻ അദ്ദേഹം നടത്തിയ വലിയ പോരാട്ടം ഇന്നലെ ഏറെക്കുറെ 30 മിനിറ്റോളം കേരളത്തെ ഇന്ത്യയുടെ രാജ്യസഭയിൽ അദ്ദേഹം നടത്തിയ പോരാട്ടം നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. അദ്ദേഹത്തിനെ ഏറെ ആദരവോടുകൂടി സ്മരിക്കുകയാണ്. പിന്നെ ഒരു കാര്യം, ഇവിടെ മതേതരത്വം വിളമ്പുന്ന ഈ രാജ്യത്ത് മതേതരത്വത്തിന്റെ മുഖച്ഛായയായി മതേതരത്വത്തിന്റെ പ്രതീകമായി മാറിയിരുന്ന അല്ലെങ്കിൽ കപട മതേതരത്വത്തിന്റെ മുഖമാണ് കോൺഗ്രസ് എന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ കഴിഞ്ഞത് മുനമ്പം ജനത നടത്തിയ 174 ദിവസത്തെ പോരാട്ടമാണ്. ഈ കൊച്ചു കടലോരത്ത് നിന്ന് ഈ കുഞ്ഞു കടലോരത്ത് നിന്ന് ഇന്ത്യയുടെ പാർലമെന്റിൽ കോൺഗ്രസ് പാർട്ടിയെ പ്രലോഭത്തിലാക്കാൻ കഴിയുന്ന രീതിയിലുള്ള പോരാട്ടത്തിലേക്ക് ഈ നാട് കയറി വന്നിട്ടുണ്ടെങ്കിൽ അത് മുനമ്പം ജനത നടത്തിയ വലിയ പോരാട്ടമാണ്. ഈ കഴിഞ്ഞ 2 ദിവസം നമ്മുടെ നാട്ടിൽ നിന്നുള്ള എംപിമാര് പരമാവധി പാർലമെന്റ് നടന്ന സമയത്ത് മുള്ളാൻ പോകാൻ നോക്കി, അവരെ പാർലമെന്റിൽ നിന്ന് വിട്ടു നിൽക്കാൻ നോക്കി. പക്ഷെ വിപ്പ് കിട്ടി, രക്ഷയില്ല. എന്തിന്? രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും പോലും പാർലമെന്റിൽ നിന്ന് ഒളിച്ചോടുന്ന സാഹചര്യം ഉണ്ടായെങ്കിൽ അത് മുനമ്പം ജനതയുണ്ടെങ്കിൽ നിങ്ങൾ നൽകിയ ആവേശമാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഈ രാജ്യത്ത് ഒരു നിയമനിർമ്മാണം നടത്താൻ ഒരു കൊച്ചു കടലോരം നരേന്ദ്രമോദിക്ക് പിന്തുണ കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് മനസ്സിലാക്കുക, നിങ്ങളോട് ഈ പാർട്ടിയും ഈ രാജ്യവും കടപ്പെട്ടിരിക്കുന്നു എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമാണ്. ഇനി വി ഡി സതീശനെ കുറിച്ച് 10 മിനിറ്റ് കൊണ്ട് ഈ വിഷയത്തിൽ പരിഹാരം ഉണ്ടാക്കാമെന്ന് പറഞ്ഞു പോയ വി ഡി സതീശ, നിങ്ങളോട് ഞങ്ങൾ ഇനി ആവശ്യപ്പെടുന്നു, ഞങ്ങളുടെ ജോലി ഞങ്ങൾ തീർത്തു കഴിഞ്ഞു. വഖഫ് ഭേദഗതി ബില്ല് നിയമമായിരിക്കുന്നു. അത് ഇന്ത്യയുടെ രാഷ്ട്രപതി ഒപ്പിടുമ്പോ അത് നിയമമായി പ്രാബല്യത്തിൽ വരും. ഗസറ്റ് പബ്ലിക്കേഷൻ ദിവസങ്ങൾക്കുള്ളിൽ വരും. ആ ഗസറ്റ് പബ്ലിക്കേഷൻ എടുത്തു വെച്ച് കേരളത്തിന്റെ റവന്യൂ മന്ത്രി ആ റവന്യൂ സെക്രട്ടറിയെ വിളിച്ച് ഇവിടുത്തെ തഹസിൽദാരെയും കളക്ടറെയും വില്ലേജ് ഓഫീസറെയും വിളിച്ചിരുത്തി 10 മിനിറ്റ് കൊണ്ട് ഈ പാവപ്പെട്ടവരുടെ റവന്യൂ അവകാശങ്ങൾ ഇനി തിരിച്ചു കൊടുക്കാൻ കഴിയും. ആ 10 മിനിറ്റ് നിങ്ങൾ പാലിച്ചില്ല എങ്കിൽ അത് ചോദിക്കാൻ ഇവിടെ ഭാരതീയ ജനതാ പാർട്ടി ഉണ്ട് എന്ന് മാത്രം ഓർപ്പിച്ചുകൊണ്ട് ഈ മുഴുവൻ ജനതയ്ക്കുള്ള വലിയ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം. കേന്ദ്ര ഗവൺമെന്റിന്റെ നായകൻ ശ്രീ നരേന്ദ്രമോദിയോട് ഒരു അഭ്യർത്ഥനയുണ്ട്. ആ അഭ്യർത്ഥന നമ്മുടെ സമരത്തിന്റെ മുൻപന്തിയിൽ നിൽക്കുന്ന ശ്രീ ഫിലിപ്പ് തയ്യൽ പ്രസിഡന്റിന്റെ സാന്നിധ്യത്തിൽ ഇപ്പോൾ പറയുന്നതായിരിക്കും. ഫിലിപ്പിനെ സാദരം. എല്ലാവരോടും, ആദ്യമായിട്ട് ഇവിടെ നിൽക്കുന്ന എല്ലാവരോടും അത്ഭുത പ്രവർത്തകയായ മഞ്ഞുമാതാവിന്റെ നടയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. കാരണം സാറേ, ഈ ഒരു നിമിഷം 3.5 വർഷം മുമ്പ് ഈ വഖഫ് എന്ന് പറഞ്ഞ ഈ പേട്ടത്തേങ്ങ ഞങ്ങളുടെ തലയിൽ വീണിട്ട് ഇതെന്താണെന്ന് അറിയാതെ ഞങ്ങൾ വഖഫിന്റെ ഓഫീസിൽ പോയ ഒരു ചരിത്രമുണ്ട്. അപ്പൊ അവിടുത്തെ വഖഫിന്റെ അന്നത്തെ CEO ആയ ജമാൽ പറഞ്ഞു, നിങ്ങൾക്ക് വഖഫ് ബോർഡ് എന്താണെന്ന് അറിയില്ല, ഞങ്ങൾ ഇത്ര ലക്ഷം ആസ്തിയുള്ള ഒരു സ്വത്തുള്ള ഒരു ടീമാണ്, ഞങ്ങൾക്ക് 110ഓളം വേൾഡിലെ ഇന്ത്യയിലെ ഫേമസ് വക്കീലന്മാരുണ്ട്, അതുണ്ട് ഇതുണ്ട്, അത് കാരണം ഭാവിയിൽ നിങ്ങൾ മനസ്സിലാക്കിക്കോളും വഖഫ് ബോർഡ് എന്താണെന്ന്. പക്ഷെ സാറ് ഞങ്ങൾക്ക് ഇത് എന്താണെന്ന് അറിയാതെ ഞങ്ങൾ തിരിച്ചു വന്നപ്പോൾ ഞങ്ങളുടെ സജീവ പ്രവർത്തകനായ ഇവിടുത്തെ സമരസമിതിയിലുള്ള എൻ്റെ ബ്രദറും കൂടിയ സെബാസ്റ്റ്യൻ വഖഫ് ബോർഡിന്റെ അന്നത്തെ CEO ജമാലിനോട് പറഞ്ഞു, സാറേ ഞങ്ങൾ
സാധാ മത്സ്യത്തൊഴിലാളികളാണ്. ഞങ്ങൾക്ക് എന്താണ് വഖഫ് ബോർഡ് എന്ന് കൂടി അറിയാൻ പാടില്ല. സാറിന്റെ പോലെ ശക്തിയോ സാറിന്റെ പോലെ സാന്നിധ്യങ്ങളോ സാറിന്റെ പോലെ സന്നാഹങ്ങളോ ഒന്നുമില്ല. പക്ഷെ സാറ് മനസ്സിൽ വെച്ചോ, വഖഫ് ബോർഡിന്റെ അടിവേരെടുക്കുന്ന ആദ്യത്തെ ആണിക്കല്ലായിരിക്കുള്ളൂ ഈ മാതാവിന്റെ മണ്ണെന്ന് പറഞ്ഞു. അന്ന് ഞങ്ങൾ പറഞ്ഞു, മിസ്റ്റർ ജമാൽ, ഇഫ് യു ആർ ഹിയറിംഗ് us, കീപ് ഇൻ മൈൻഡ്, ഞങ്ങൾ അന്ന് നിങ്ങളോട് പറഞ്ഞതാണ് വഖഫ് ബോർഡിന്റെ അടിവേരളക്കുന്ന ആദ്യത്തെ ആണിക്കല്ലായിരിക്കുള്ളൂ ഈ മാതാവിന്റെ മണ്ണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, അത്ഭുത പ്രവർത്തകയായ മാതാവിന്റെ മണ്ണിലേക്ക് ആർക്കൊക്കെ എന്തെങ്കിലും കാര്യം സാധിക്കാനുണ്ടെങ്കിൽ ഇങ്ങോട്ട് വന്നേക്കും, ഇവിടെ വന്ന് പറഞ്ഞാൽ മതി, നിങ്ങളുടെ കാര്യം സുന്ദരമായിട്ട് കിട്ടും. അതുകൂടാതെ സാറേ, ഇനിയൊരു അഭ്യർത്ഥനയാണ് സാർ. അതായത് ഞങ്ങൾ ഇത്രയും സമരം ചെയ്യുന്ന ഈ സമര സാറിനറിയാലോ, എല്ലാവരും സാധാരണക്കാരാണ്. ഞങ്ങൾക്ക് 3 ദിവസമായിട്ട് മുനമ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം എൻ്റെ പേര് ഫിലിപ്പ് ജോസഫ് എന്നാണ്. ഫിലിപ്പ് ജോസഫ് മുനമ്പെന്ന് ഇന്ത്യയിൽ നിന്ന് ഡൽഹിയിൽ നിന്ന് എവിടെ നിന്ന് പോസ്റ്റ് ചെയ്താൽ എൻ്റെ വീട്ടിൽ പോസ്റ്റ് കാർഡ് കിട്ടും. കാരണം അത്രയ്ക്ക് ഫേമസ് ആയിപ്പോയി ഞങ്ങൾ. അപ്പോൾ സാറ് ഞങ്ങൾക്ക് ചെയ്യേണ്ട ഒരു സഹായം, ഞങ്ങൾ ഇവിടെ ഇരിക്കുന്ന ഈ അമ്മച്ചിമാർക്ക് കുറച്ച് പേർക്ക് ഡൽഹിയിൽ വന്ന് നമ്മുടെ നരേന്ദ്രമോദിജിയെ കണ്ട് ഒരു നന്ദി പറയണമെന്നൊരു ആഗ്രഹമുണ്ട്. ഞങ്ങൾ നടന്നെങ്കിലും അവിടെ എത്തിക്കോളാം സാറ്, ഞങ്ങൾ നടന്നെങ്കിലും അവിടെ എത്തിക്കോളാം. താങ്ക് യു സർ, ദാറ്റ്സ് ഓൾ ഐ വാണ്ട് ടു സേ. അത് അറേഞ്ച് ചെയ്യും. ഞങ്ങൾ പാർട്ടിക്കാരെല്ലാം ഇരുന്ന് തീരുമാനിച്ച് സമയം, പ്രധാനമന്ത്രിന്റെ സമയം എടുത്തിട്ട് നമ്മളെല്ലാം ഇവിടുന്ന് പോയി അദ്ദേഹത്തിനെ കണ്ട് താങ്ക് യു എന്ന് പറയാൻ ഒരു അവസരം ഞാൻ ഉണ്ടാക്കി തരാം. ഈ പള്ളിമുറ്റത്ത് ഇന്നൊരു ചരിത്രം സൃഷ്ടിക്കപ്പെടുകയാണ്. ആരാധനാലയങ്ങളിൽ നിന്ന് നിയമനിർമ്മാണത്തിലേക്ക് മുനമ്പത്തിന്റെ പേര് കയറിയിരിക്കുന്നു. പള്ളിമുറ്റത്ത് വർഗീയത എന്ന് പറഞ്ഞ എല്ലാവർക്കുള്ള ചുറ്റ മറുപടി ഞങ്ങൾ എല്ലാവരും കേന്ദ്ര മന്ത്രി സഭയ്ക്കും നരേന്ദ്രമോദിക്കും ഏവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഇന്ന് ഞങ്ങൾ ഒരു കാര്യം കൂടി ചെയ്യുന്നുണ്ട് സാർ, അതുകൂടി പറയുന്നു. 1995 വഖഫ് ആക്ട് അമെൻഡ് ചെയ്യാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചപ്പോൾ അതിനെതിരെ 140 MLA പ്രമേയം പാസാക്കിയത് ഞങ്ങൾ ഇന്ന് അറബിക്കടലിൽ കെട്ടിത്താത്തും. സുരേഷ് ഗോപി സാറിന്റെ വാക്കുകൾ ഇന്നിവിടെ അനർത്ഥമാണ്. അവരുടെ പേരിൽ നന്ദി പറഞ്ഞില്ലെങ്കിൽ അത് തീരാ ദുഃഖമായി ഞങ്ങൾക്ക് നിൽക്കുമെന്നറിയാം. ഞാൻ ആണ് നന്ദി പറയാൻ വേണ്ടി നിയോഗിക്കപ്പെട്ടിരിക്കുന്നത്. അതിനു മുമ്പ് ഞങ്ങൾക്ക് ഈ ബില്ല് പാസാക്കി തന്ന കേന്ദ്ര ഗവൺമെന്റിന്റെ നായകൻ ശ്രീ നരേന്ദ്രമോദിയോട് ഒരു അഭ്യർത്ഥനയുണ്ട്. ആ അഭ്യർത്ഥന നമ്മുടെ സമരത്തിന്റെ മുൻപന്തിയിൽ നിൽക്കുന്ന ശ്രീ ഫിലിപ്പ് തയ്യൽ പ്രസിഡന്റിന്റെ സാന്നിധ്യത്തിൽ ഇപ്പോൾ പറയുന്നതായിരിക്കും. ഫിലിപ്പിനെ സാദരം ക്ഷണിക്കുന്നു. നമസ്കാരം എല്ലാവരോടും. ആദ്യമായിട്ട് ഇവിടെ നിൽക്കുന്ന എല്ലാവരോടും അത്ഭുത പ്രവർത്തകയായ മഞ്ജുമാതാവിന്റെ നടയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. കാരണം സാറേ, ഈ ഒരു നിമിഷം 3.5 വർഷം മുമ്പ് ഈ വഖഫ് എന്ന് പറഞ്ഞ ഈ പേട്ടത്തേങ്ങ ഞങ്ങളുടെ തലയിൽ വീണിട്ട് ഇതെന്താണെന്ന് അറിയാതെ ഞങ്ങൾ വഖഫിന്റെ ഓഫീസിൽ പോയ ഒരു ചരിത്രമുണ്ട്. അപ്പൊ അവിടുത്തെ വഖഫിന്റെ അന്നത്തെ CEO ആയ ജമാൽ പറഞ്ഞു, നിങ്ങൾക്ക് വഖഫ് ബോർഡ് എന്താണെന്ന് അറിയില്ല, ഞങ്ങൾ ഇത്ര ലക്ഷം ആസ്തിയുള്ള ഒരു സ്വത്തുള്ള ഒരു ടീമാണ്, ഞങ്ങൾക്ക് 110ഓളം ഇന്ത്യയിലെ ഫേമസ് വക്കീലന്മാരുണ്ട്, അതുണ്ട് ഇതുണ്ട്, അത് കാരണം ഭാവിയിൽ നിങ്ങൾ മനസ്സിലാക്കിക്കോളും വഖഫ് ബോർഡ് എന്താണെന്ന്. പക്ഷെ സാറ്, ഞങ്ങൾക്ക് ഇത് എന്താണെന്ന് അറിയാതെ ഞങ്ങൾ തിരിച്ചു വന്നപ്പോൾ ഞങ്ങളുടെ സജീവ പ്രവർത്തകനായ സജാവ് ഇവിടുത്തെ സമരസമിതിയിലുള്ള എൻ്റെ ബ്രദറും കൂടിയ സെബാസ്റ്റ്യൻ വഖഫ് ബോർഡിന്റെ അന്നത്തെ CEO ജമാലിനോട് പറഞ്ഞു, സാറേ ഞങ്ങൾ സാധാ മത്സ്യത്തൊഴിലാളികളാണ്, ഞങ്ങൾക്ക് എന്താണ് വഖഫ് ബോർഡ് എന്ന് കൂടി അറിയാൻ പാടില്ല. സാറിന്റെ പോലെ ശക്തിയോ സാറിന്റെ പോലെ സാന്നിധ്യങ്ങളോ സാറിന്റെ പോലെ സന്നാഹങ്ങളോ ഒന്നുമില്ല. പക്ഷെ സാറ് മനസ്സിൽ വെച്ചോ, വഖഫ് ബോർഡിന്റെ അടിവേരെടുക്കുന്ന ആദ്യത്തെ ആണിക്കല്ലായിരിക്കുള്ളൂ ഈ മാതാവിന്റെ മണ്ണെന്ന് പറഞ്ഞു. അന്ന് ഞങ്ങൾ പറഞ്ഞു, മിസ്റ്റർ ജമാൽ, ഇഫ് യു ആർ ഹിയറിംഗ് us, കീപ് ഇൻ മൈൻഡ്, ഞങ്ങൾ അന്ന് നിങ്ങളോട് പറഞ്ഞതാണ് വഖഫ് ബോർഡിന്റെ അടിവേരളക്കുന്ന ആദ്യത്തെ ആണിക്കല്ലായിരിക്കുള്ളൂ ഈ മാതാവിന്റെ മണ്ണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, അത്ഭുത പ്രവർത്തകയായ മാതാവിന്റെ മണ്ണിലേക്ക് ആർക്കൊക്കെ എന്തെങ്കിലും കാര്യം സാധിക്കാനുണ്ടെങ്കിൽ ഇങ്ങോട്ട് വന്നേക്കും, ഇവിടെ വന്ന് പറഞ്ഞാൽ മതി, നിങ്ങളുടെ കാര്യം സുന്ദരമായിട്ട് കിട്ടും. അതുകൂടാതെ സാറേ, ഇനിയൊരു അഭ്യർത്ഥനയാണ് സാർ. അതായത് ഞങ്ങൾ ഇത്രയും സമരം ചെയ്യുന്ന ഈ സമര സാറിനറിയാലോ, എല്ലാവരും സാധാരണക്കാരാണ്. ഞങ്ങൾക്ക് 3 ദിവസമായിട്ട് മുനമ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം എൻ്റെ പേര് ഫിലിപ്പ് ജോസഫ് എന്നാണ്. ഫിലിപ്പ് ജോസഫ് മുനമ്പെന്ന് ഇന്ത്യയിൽ നിന്ന് ഡൽഹിയിൽ നിന്ന് എവിടെ നിന്ന് പോസ്റ്റ് ചെയ്താൽ എൻ്റെ വീട്ടിൽ പോസ്റ്റ് കാർഡ് കിട്ടും. കാരണം അത്രയ്ക്ക് ഫേമസ് ആയിപ്പോയി ഞങ്ങൾ. അപ്പോൾ സാറ് ഞങ്ങൾക്ക് ചെയ്യേണ്ട ഒരു സഹായം, ഞങ്ങൾ ഇവിടെ ഇരിക്കുന്ന ഈ അമ്മച്ചിമാർക്ക് കുറച്ച് പേർക്ക് ഡൽഹിയിൽ വന്ന് നമ്മുടെ നരേന്ദ്രമോദിജിയെ കണ്ട് ഒരു നന്ദി പറയണമെന്നൊരു ആഗ്രഹമുണ്ട്. ഞങ്ങൾ നടന്നെങ്കിലും അവിടെ എത്തിക്കോളാം സാറ്, ഞങ്ങൾ നടന്നെങ്കിലും അവിടെ എത്തിക്കോളാം. താങ്ക് യു സർ, ദാറ്റ്സ് ഓൾ ഐ വാണ്ട് ടു സേ. താങ്ക് യു. പ്രിയപ്പെട്ടവരെ, മുനമ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ഒത്തിരിയേറെ ഒരു റിക്വസ്റ്റ് ഉണ്ടല്ലോ, ഞാൻ അത് അറേഞ്ച് ചെയ്യും. ഞങ്ങൾ പാർട്ടിക്കാരെല്ലാം ഇരുന്ന് തീരുമാനിച്ച് സമയം, പ്രധാനമന്ത്രിന്റെ സമയം എടുത്തിട്ട് നമ്മളെല്ലാം ഇവിടുന്ന് പോയി അദ്ദേഹത്തിനെ കണ്ട് താങ്ക് യു എന്ന് പറയാൻ ഒരു അവസരം ഞാൻ ഉണ്ടാക്കി തരാം.
ഈ പള്ളിമുറ്റത്ത് ഇന്നൊരു ചരിത്രം സൃഷ്ടിക്കപ്പെടുകയാണ്. ആരാധനാലയങ്ങളിൽ നിന്ന് നിയമനിർമ്മാണത്തിലേക്ക് മുനമ്പത്തിന്റെ പേര് കയറിയിരിക്കുന്നു. പള്ളിമുറ്റത്ത് വർഗീയത എന്ന് പറഞ്ഞ എല്ലാവർക്കുള്ള ചുറ്റ മറുപടി ഞങ്ങൾ എല്ലാവരും കേന്ദ്ര മന്ത്രി സഭയ്ക്കും നരേന്ദ്രമോദിക്കും ഏവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഇന്ന് ഞങ്ങൾ ഒരു കാര്യം കൂടി ചെയ്യുന്നുണ്ട് സാർ, അതുകൂടി പറയുന്നു. 1995 വഖഫ് ആക്ട് അമെൻഡ് ചെയ്യാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചപ്പോൾ അതിനെതിരെ 140 MLA പ്രമേയം പാസാക്കിയത് ഞങ്ങൾ ഇന്ന് അറബിക്കടലിൽ കെട്ടിത്താത്തും. സുരേഷ് ഗോപി സാറിന്റെ വാക്കുകൾ ഇന്നിവിടെ അനർത്ഥമാകും.